Set over me, even to the peril of my life. I welcome all to the new video of CDS Dravidian. So today in this video I am going to discuss on the question paper of 2020 second of CDS. So the last previous video what I had uploaded, that was on basic of the part of speech. So today in this video we are going to discuss on these questions of some of them. So here we have the questions. So നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്ത പോലെ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഫൈൻഡ് ചെയ്യാം, നമുക്ക് എന്തൊക്കെയാണ് ഈ പാർട്ട് ഓഫ് സ്പീച്ചിലെ സംഭവം എങ്ങനെയൊക്കെയാണ് ഞാൻ നമുക്ക് ടാക്കിൾ ചെയ്യാമല്ല. അപ്പം ഈ പാർട്ട് ഓഫ് സ്പീച്ച് വരുന്നതെന്ന് വെച്ചാൽ നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചു പോകാമെന്ന്. ഈച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഹാസ് എ വേർഡ് ഓർ ഫ്രേസ് അണ്ടർലൈൻഡ്. റീഡ് ദ സെൻറ്റൻസ് കെയർഫുള്ളി ആൻഡ് ഫൈൻഡ് വിച്ച് പാർട്ട് ഓഫ് ദ സ്പീച്ച് ദ അണ്ടർലൈൻഡ് വേർഡ് ഈസ്. ഇൻഡിക്കേറ്റ് യുവർ റെസ്പോൺസ് ഓൺ ദ ആൻസർ ഷീറ്റ് അക്കോർഡിംഗ്ലി. അപ്പം നമുക്ക് തന്ന സെൻറ്റൻസിൽ ഏത് വേർഡാണ് അണ്ടർലൈന്, അതിൻ്റെ എന്താണ് പാർട്ട് ഓഫ് സ്പീച്ച്. അപ്പം ഇത് ഈ ആദ്യം വരുന്ന വേർഡാണ് അണ്ടർ എന്ന് പറഞ്ഞ്. അപ്പം നമുക്ക് മൊത്തം വായിച്ചു നോക്കാം. ഓൾ ദി പിൽഗ്രിംസ് റെസ്റ്റഡ് ഫോർ എ വൈൽ അണ്ടർ ദി ബനിയൻ ട്രീ. അപ്പം ഈ കാണിക്കുന്ന ആരാണ് പിൽഗ്രിംസ് എന്നുവെച്ചാൽ ഭക്തജനങ്ങൾ. അപ്പോൾ അവരാണ് സംഭവം. അപ്പം ഈ ഭക്തജനങ്ങൾ എല്ലാവരും റെസ്റ്റ് ചെയ്തു. തീർത്ഥാട ചെയ്യുന്ന ആൾക്കാർ ഒരു ബനിയൻ ട്രീയിൽ താഴെ റെസ്റ്റ് ചെയ്ത് വരുന്നവർ. അപ്പം ഈ അണ്ടറാണ് ഇവിടുത്തെ അണ്ടർലൈൻ. അപ്പം അണ്ടർ എന്താണ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ നേരത്തെ. ഇതുപോലെ പൊസിഷൻ കാണിക്കുന്ന ആണ് പ്രിപ്പോസിഷൻ. മനസ്സിലായില്ലേ? ഇതൊരിക്കലും വെർബാവത്തില്ല. ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമോ അണ്ടർഡ്, അണ്ടറിങ്, അണ്ടേഴ്സ് ഒന്നും പറയത്തില്ലല്ലോ. ജസ്റ്റ് പറഞ്ഞ് അണ്ടർ. അപ്പോൾ അതൊരു പൊസിഷൻ കാണിക്കുവാണ്. It's showing the position. So that the answer is going to be the option C, preposition. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്. മനസ്സിലായല്ലോ? നമുക്ക് മാർക്ക് വിടാം. സി ആണത്. ഒരിക്കലും വേറെ ഒന്നും വരത്തില്ല. ഇപ്പം ഓൾ ദി പിൽഗ്രിംസ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഇതുവരെ സംഭവം എന്ന് വെച്ചാൽ നോക്കുവാണെങ്കിൽ ഈ കാണിക്കുന്നുണ്ടല്ലേ പിൽഗ്രിംസ് കണ്ടില്ലേ, ദ. അപ്പം ആർട്ടിക്കിളാണ് ദ വരുന്നത്, ദി പിൽഗ്രിംസ്. അതുപോലെ ഏത് വേർഡിൻ്റെ പുറയിൽ എസ് വരുവാണെങ്കിലോ അതോ ഇ എസ് വരുവാണെങ്കിലോ അതൊരു നൗണായിരിക്കും. അപ്പം ദി പിൽഗ്രിംസ്. ഓക്കെ അല്ലേ? പിൽഗ്രിംസ്. അതുപോലെ തന്നെ ഈ കാണിക്കുന്ന കണ്ടില്ലേ റെസ്റ്റഡ്, ഇതാണ് ഇവിടുത്തെ വെർബ്. ഓക്കെ. അതുപോലെ തന്നെ ദി ബനിയൻ ട്രീ, ഇതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു സെൻറ്റൻസിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ പറ്റും എങ്ങനെ സംഭവം പോകുന്നതിൽ കൂടെ. ഓക്കെ. നമുക്കിനി അടുത്തത് നോക്കാനുള്ളത് 82 ആണ്. ഓക്കെ. ദി വണ്ടർഫുൾ സ്റ്റാച്യു ഓഫ് ദി ലീഡർ വെൽക്കംസ് ഓൾ പീപ്പിൾ ടു സിറ്റി. അപ്പം ഇതിൽ അണ്ടർലൈൻ വേർഡാണ് സ്റ്റാച്യു. അപ്പം ഇത് കാണിക്കുന്നത് വെച്ചാൽ നമുക്ക് നോക്കാം. കണ്ടില്ലേ? അപ്പം ഈ കാണിക്കുന്ന വണ്ടർഫുൾ. അപ്പം ഇതിലെ ആർട്ടിക്കിളാണ് ദി. ഇതിൻ്റെ ഈ ദ വന്നിരിക്കുന്ന സ്റ്റാച്യുവിന് വേണ്ടി വന്നിരിക്കുന്നതാണ്. ഓക്കെ. അപ്പം ഈ കാണുന്ന വണ്ടർഫുൾ എന്തുവാണ്? ഈ സ്റ്റാച്യു ആണ് ഇവിടുത്തെ നൗൺ. വണ്ടർഫുള്ളാണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ്, ADJ. ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയ്ക്കതുപോലെ ഏതിലും ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യുവാണ്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഗുഡ് ബോയ്, ആ സ്റ്റാച്യുവിൻ്റെ ഒരു ഇത് കാണിക്കുവാണ്. എന്നുവെച്ചാൽ ഒരു അഡീഷണൽ നമ്മളതിനെ മോഡിഫൈ ചെയ്യുന്ന സംഭവമാണ് നമ്മൾ പറഞ്ഞ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. അപ്പം ഇതിലെ ആൻസറാണ് അഡ്ജക്റ്റീവ്. വെച്ചാൽ ആ സ്റ്റാച്യു വെച്ചാൽ ആ നൗണിനെ അത് മോഡിഫൈ ചെയ്യുവാണ്, ക്യാരക്ടറിസ്റ്റിക് ഷോ ചെയ്യുകയാണ്. അതാണ് ഈ വണ്ടർഫുൾ. ഓക്കെ അല്ലേ? അപ്പം ഈ കാണുന്ന സ്റ്റാച്യു എന്തുവാണ്? അതാണ് ഇവിടുത്തെ നൗൺ. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത വരാൻ പോകാനാണ് ദിസ് ഈസ് ഹിസ് പെൻ. അപ്പം നമുക്ക് പ്രോപ്പറായി നമുക്കറിയാം ഇതൊരിക്കലും ഇത് വെർബ് ആവത്തില്ല, അത് നമുക്ക് ഉറപ്പാണ്. അതുപോലെ ആഡ്വെർബ് ആവുമോ? അതും ആവത്തില്ല.
എന്നുവെച്ചാൽ ഒരു വെർബിനെ അത് ക്വാളിഫൈ ചെയ്യുന്നില്ലല്ലോ, ഒന്നുമില്ല. അതുമ്പോൾ നമുക്ക് ഇത് പൊസസീവ് പ്രൊണൗൺ ആണോ അല്ലയോ, അതെങ്ങനെ നമുക്കറിയാം. ഒരു വേർഡ് ഇപ്പോൾ വെച്ചോ, ഒരു വ്യക്തിയുടെ പേരാണ് ഹരി. അപ്പം അയാളുടെ പേര് നമ്മൾ എപ്പോഴും അയാളെ നമ്മൾ ഹരി എന്ന് വിളിക്കത്തില്ല. വി യൂസ് ദ നെയിം സംതിങ് ഡിഫറെൻറ്റ്. ലൈക്ക് ഇൻ മലയാളം വി യൂസ് ടു സേ ദാറ്റ് ഡ എന്ന് വിളിക്കും, നമ്മൾ ഡി എന്ന് വിളിക്കും. അപ്പം അതുപോലെ പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മുടെ മെയിൻ നോക്കുമ്പം ദിസ് പലരീതിയുണ്ട്. ദിസ്, ദോസ്, ദാറ്റ്, ഇതൊക്കെ വരുന്നതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊണൗൺ എന്ന് പറയും. ദിസ്, ദാറ്റ് എന്ന് വെച്ചാൽ എഴുതി കാണിക്കാം. ദിസ്, ദാറ്റ്, ദോസ്. പിന്നെ ദീസ്, ഈ കാണുന്ന ഈ വേർഡുകളില്ലേ, ഇതെല്ലാം വരുന്നതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊണൗൺ എന്ന് പറയും. അപ്പം നമുക്കിവിടെ നോക്കാനുള്ളത്, അപ്പം ഇത് ഒരിക്കലും ഈ കണ്ടില്ലേ, ഈ ഇവിടെ കാണുന്ന ഈ പെൻ എന്തുവാണ്, അതൊരു നൗണാണ്. സോ ഇൻ ദിസ് സെൻറ്റൻസ് ദ പെൻ ഹിയർ ഈസ് ദ ഒബ്ജക്റ്റ്. സോ ദ ഒബ്ജക്റ്റ് ഹിയർ, ദ ഒബ്ജക്റ്റ് ഈസ് ഗോയിങ് ടു ബി എ നൗൺ അല്ല, വെച്ചാൽ പെൻ അതൊരു നൗൺ അല്ലേ അത്. അപ്പം ആ പെന്നിനെ മോഡിഫൈ ആണ്. ഹീസ് പെൻ, അവൻ്റെ പേന, അങ്ങനെയല്ലേ പറഞ്ഞത് നമ്മൾ, അവളുടെ പെൻ, ഹെർ പെൻ. അപ്പം ഈ പെൻ അവിടുത്തെ നൗണാണ്. അപ്പം നൗണിനെ മോഡിഫൈ ചെയ്യുന്ന ആരാണ്, അഡ്ജക്റ്റീവ്. സോ ഹിയർ ദ ആൻസർ ഈസ് ദി ഓപ്ഷൻ ബി, പൊസസീവ് അഡ്ജക്റ്റീവ്. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിലാണ് when people found that the jewel was in records of Rahim, they gave it to him. ഇവിടെ നമുക്ക് അണ്ടർലൈൻ നമ്മുടെ വേർഡാണ് ഇറ്റ് എന്താണ്, അത് ഓക്കെ. അപ്പം അവർ ഈ ഇറ്റ് ഇവിടെ ക്വാളിഫൈ എന്തുവാണ്, അവർ വെൻ പീപ്പിൾ ഫൗണ്ട്, പീപ്പിൾ നോക്കിയപ്പം ആ ജ്വല്ലറി റെക്കോർഡിനകത്ത് റഹീമിൻ്റെ പേരാണ്. അപ്പം അവർ ആ ജ്വല്ലറി അവന് തിരിച്ചു കൊടുത്തു. ജ്വല്ലറി അവർ തിരിച്ചു കൊടുത്തു. എന്താ കൊടുത്തത്, അവർ ആ ജൂവൽ, ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പം ഇവിടുത്തെ നൗൺ ഞാൻ പറഞ്ഞില്ലേ, ആർട്ടിക്കിൾ കഴിഞ്ഞ് വരുന്നതാണ് നൗൺ. സോ ഹിയർ ദി ജുവൽ ഈസ് ദി നൗൺ. സോ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഇപ്പം എൻ്റെ പേരിപ്പം ഹരി എന്നായിരിക്കും. അപ്പം ഞാൻ എൻ്റെ ഹരി പേര് ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യപ്പെട്ട് പറയത്തില്ല. സോ ഇൻ ദ കേസ് ഓഫ് ഒബ്ജക്റ്റ് or a non-living thing, they used to give an additional pronoun word. So here the pronoun word is the what? Is the it. നമ്മൾ ജൂവലിന് എപ്പോഴും പറയാതെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ പറയില്ല ജൂവൽ. വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പറയായിരുന്നു ദേ ഗേവ് ദ ജൂവൽ ടു ഹിം. പക്ഷേ ഇവിടെ അവരൊരു അഡീഷണൽ ഒരു പ്രൊനൗൺ യൂസ് ചെയ്തു. സോ ദ ജുവലിനെ മോഡിഫൈ ചെയ്താണ് ഇറ്റ് വരുന്നത്. സോ ഇവിടുത്തെ ഇറ്റാണ് ഇവിടുത്തെ മെയിൻ. അപ്പം ഇറ്റ് എന്താണ് ഇവിടുത്തെ, ഇറ്റ് ഈസ് ദി പ്രൊനൗൺ. സോ ദ ആൻസർ ഈസ് അവർ പ്രൊനൗൺ. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് മൂവ് ചെയ്യാം. Here we have, it is 11 o'clock now and all of us should retire to bed. അപ്പം ഇറ്റ് എന്തുവാണ്, ഒരു സമയം കാണിക്കുവാണ് ഇറ്റ്. ഇത്രയും നമുക്ക് 100% ഷുവറാണ് ഇത് ഒരിക്കലും ഇതൊരു വെർബ് ആവത്തില്ല. സോ ഇത് കട്ട്. ഓക്കെ, പേഴ്സണൽ പ്രൊനൗൺ ആണോ, അല്ല. പേഴ്സണൽ രീതി പറയില്ല, അല്ല. റിലേറ്റീവ് പ്രൊനൗൺ ആണോ, അത് നമുക്ക് നോക്കേണ്ടത് അല്ല. റിലേഷനും പറയില്ല അത്. ഇറ്റ് ഈസ് എ ഇംപേഴ്സണൽ പ്രൊനൗൺ അല്ലേ. അപ്പം അതിൻ്റെ ആൻസർ ഇവിടെ വരുന്നത് ഇംപേഴ്സണൽ പ്രൊനൗൺ ആണ് ഇവിടുത്തെ, അല്ലേ. അടുത്തത് നോക്കുമ്പം ദ ഫ്ലവർ ഈസ് വെരി ബ്യൂട്ടിഫുൾ. വേറെ സംഭവമുണ്ട്, അറിയാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ഒരു നൗൺ, ഓക്കെ, നൗണിൻ്റെ ലെഫ്റ്റ് വരെയാണ് ADJ അഡ്ജക്റ്റീവ്, ഓക്കെ. പിന്നെ വരെയാണ് ADV
അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നൗണിനെ മോഡിഫൈ ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുന്നതാണ് ആഡ്വർബ് എന്ന് പറയുന്നത്. ഓക്കെ, വെച്ചാൽ നൗണിനെ മോഡിഫൈ ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുന്നതാണ് ആഡ്വർബ്. ഓക്കെ, അപ്പം നമുക്കിവിടെ നോക്കാം. ദ ഫ്ലവർ ഈസ് വെരി ബ്യൂട്ടിഫുൾ. അപ്പം നോക്കണേ, ഫസ്റ്റ് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ദ ഫ്ലവർ ഈസ് വെരി ബ്യൂട്ടിഫുൾ. സോ ഹിയർ വാട്ട്? ഹിയർ ദ ഫ്ലവർ ഈസ് ദി മെയിൻ സബ്ജക്റ്റ് ആൻഡ് ദി noun is. So what is easier? Is എന്താണ് ഇവിടെ? is the verb. ഓക്കെ, ബ്യൂട്ടിഫുൾ എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബത്ത് നോക്കണേ, ദ ഫ്ലവർ ഈസ് വെരി ബ്യൂട്ടിഫുൾ. അപ്പം നമുക്കറിയാം ബ്യൂട്ടിഫുൾ ഗേൾ. അപ്പം ഈ ബ്യൂട്ടിഫുൾ ഗേൾ, അപ്പോൾ ഗേളിനെ മോഡിഫൈ ചെയ്യാനാണ് അഡ്ജക്റ്റീവാണ്. അപ്പം ആ അഡ്ജക്റ്റീവാണ് ബ്യൂട്ടിഫുൾ. സോ ഹിയർ ദ ബ്യൂട്ടിഫുൾ ഹിയർ ഈസ് ദി ADJ അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുന്നതാണ് വാട്ട്? ആഡ്വർബ്. അപ്പം ഇവിടുത്തെ ആഡ്വർബാണ് ഇവിടുത്തെ ആൻസർ എന്ന് വെച്ചാൽ പറയാമെന്ന് വെച്ചാൽ ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ്. അതിൻ്റെ അപ്പം ഈ ബ്യൂട്ടിഫുള്ളിനെ മോഡിഫൈ വന്നതാണ് വെരി. അപ്പം വെരി എപ്പോഴും എല്ലാ സെൻറ്റൻസിലും വെരി ഈസ് ഓൾവേസ് റിമെയിൻ കോൺസ്റ്റൻറ്റ്, ലൈക്ക് ഇറ്റ് വിൽ ബി ഓൾവേസ് ബി ആഡ്വർബ്. ഓക്കെ, നമുക്ക് ഞാൻ അടുത്തതിൽ പോവാം. ദിസ് ബോയ് ഈസ് സ്ട്രോങ്ങർ ദാൻ രമേഷ്. ദിസ് ബോയ്, ഫസ്റ്റ് നമുക്ക് എല്ലാത്തിനും ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്കൊന്ന് എലിമിനേറ്റ് ചെയ്യാം. അപ്പം ഇത് ആർട്ടിക്കിൾ ആണോ? അല്ല. ഇതൊരു പ്രൊനൗൺ ആണോ? അല്ല. ഇത് വെർബാണോ? വെർബ് എങ്ങനെ ആവുന്നത്? ദിസ് ഒന്നും വരത്തില്ലല്ലോ. അപ്പം ആഡ്വർബും കട്ട്. സോ ഹിയർ വി ഹാവ് ദി ആൻസർ ദാറ്റ് ഈസ് എ ആഡ്ജക്റ്റീവ്. ബോയ് എന്തുവാണ്? അതൊരു നൗണാണ്. ഈസ് എന്തുവാണ്? ഈസ് ദി വെർബ്, VERB വെർബ്. സോ ദ ബോയ് is already noun. The noun is getting modified by this. This is the adjective. Okay, അടുത്തത് I hurt myself. ഫസ്റ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഡെമോൺസ്ട്രേറ്റീവ് പ്രിപ്പോസിഷൻ അങ്ങനെ ഒരു വാക്കേ ഇല്ല ഫസ്റ്റ് തന്നെ. ഇറ്റ് ഈസ് എ പ്രൊനൗൺ ആണോ? യെസ്, ഇറ്റ് ഈസ് എ പ്രൊനൗൺ. എങ്ങനെ ഞാൻ പറയാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പേര്, ഒരു ഒബ്ജക്റ്റ്. അപ്പം ഇവിടുത്തെ ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഈ കാണുന്ന ഐ ഇതെന്താണ്? ഇതൊരു പ്രൊനൗൺ ആണ് അല്ലേ? അപ്പം അവനെ തന്നെ അവൻ ഹേർട്ട് ചെയ്തു. അപ്പം മൈസെൽഫ്, ഹെർസെൽഫ്, ഹിസ്സെൽഫ്, ദംസെൽഫ്. ഈ സെൽഫ് ഇല്ലേ, ദേ ഓൾവേസ് റിമെയിൻ വാട്ട്? ഓൾവേസ് റിമെയിൻ ദേ. ഇറ്റ് കുഡ് ബി പ്രൊനൗൺ. സോ ഹിയർ മൈസെൽഫ് ഈസ് ദി പ്രൊനൗൺ. ഓക്കെ, നമുക്കിനി നോക്കാനുള്ളത് ഇത് ആൻഡ്സ് ഫോട്ട് ദി വാബ്സ്. ഫസ്റ്റ് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യില്ല അതിൽ നിന്ന്. ഓക്കെ അല്ലേ? അപ്പം ഈ വരുന്ന ദി ഇവിടെ എന്തുവാണ്? ഇതാണ് ഇവിടുത്തെ ART. എന്താണ്? ആർട്ടിക്കിളാണ് ദ. ഫോർ ആൻഡ്സ് എന്താണ് ഇവിടുത്തെ? ഞാൻ പറഞ്ഞു നിങ്ങൾ നേരത്തെ, ഏതെങ്കിലും ഒരു വേർഡിൻ്റെ പുറകെ എസ് വരുവാണെങ്കിൽ, ES വരുവാണെങ്കിൽ ആൻഡ് 100% ഷുവർ ഇറ്റ്സ് എ നൗൺ. സോ ഹിയർ the ants is the noun. Fought, it is the, we have 5 verb, V1, V2, V3, V4, V5. സോ ആ വെർബ് വരുന്നതാണ് ഫൈറ്റ്, ഫോട്ട് ഒക്കെ വരുന്നത്. അപ്പം ഇതാണ് ഇവിടുത്തെ വെർബ്. ഓക്കെ, ദി ആർട്ടിക്കിൾ വാബ്സ് ഈസ് ദി വാട്ട്? ഇറ്റ് ഈസ് ഓൾറെഡി ആൻ noun and it is the object over in the sentence. So നമുക്ക് നോക്കാം.
അണ്ടർലൈൻ വേർഡ് വാട്ട് വി ഹാവ് ഈസ് ഫോർട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഇത്ര മനസ്സിലായി. ഈ കാണിക്കുന്ന ഫോർട്ട് അതെന്താണ്? ഒരു വെർബാണ്. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാനുള്ളത് പക്ഷേ നമുക്ക് വെർബ് ഇവിടെ 1 2 3 ഉണ്ട് ഓൾറെഡി. നമുക്കപ്പോൾ അത്രയും ഉറപ്പാണ്. നമുക്ക് എന്താണ്, നമുക്ക് ഈ അഡ്ജക്റ്റീവ് നമുക്ക് ആവശ്യമേ ഇല്ല. ഓക്കെ അല്ലേ? ഡെമോൺസ്ട്രേറ്റീവ് ആണോ? ഞാൻ പറഞ്ഞില്ല നിങ്ങളടുത്ത് ദാറ്റ്, ദീസ്, ദോസ്, അതൊക്കെയാണ് ഡെമോൺസ്ട്രേറ്റീവ്. അപ്പോൾ ഇതൊന്നും കട്ടായി. അടുത്ത നമുക്ക് അറിയുമ്പോൾ വാട്ട് ഈസ് ഇൻട്രാൻസിറ്റീവ് ആൻഡ് ട്രാൻസിറ്റീവ് വെർബ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ് ഇൻട്രാൻസിറ്റീവ് വെർബ്? എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസ്, ആ സെൻറ്റൻസിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. അപ്പം ഇത് പറഞ്ഞു വെച്ചാൽ അഥവാ നിങ്ങളുടെ സെൻറ്റൻസിൽ സബ്ജക്റ്റും വെർബും മാത്രമേ ഉള്ളൂ, പക്ഷെ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ എക്സാമ്പിൾ വെച്ചെന്താ വെച്ചാൽ നിങ്ങളുടെ സെൻറ്റൻസിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് ഉള്ളെങ്കിൽ, ലൈക്ക് എക്സാമ്പിൾ ഇത് ട്രാൻസിറ്റീവ് വെർബ് പറയുക വെച്ചാൽ ദ ആൻഡ് ഫോർട്ട്, പക്ഷെ ബാക്കിയില്ല. കണ്ടില്ലേ? അപ്പോൾ ഇത് ഏത് ട്രാൻസിറ്റീവ് വെർബ് എന്ന് വെച്ചാൽ ആ ട്രാൻസിറ്റീവ് വെർബിൻ്റെ സെൻറ്റൻസിന് ഒരിക്കലും ഒബ്ജക്റ്റ് കാണത്തില്ല. ഞാനിപ്പം കട്ട് ചെയ്തില്ലേ ഇത്രയും ഭാഗം, ദ ആൻഡ്സ് ഫോർട്ട് ഇത്രയും കാണത്തുള്ളൂ. ഇതൊരു ട്രാൻസിറ്റീവ് വെർബാണ്. ബട്ട് ഇൻ ദിസ് ക്വസ്റ്റ്യൻ വി ഹാവ് ദി ഒബ്ജക്റ്റ്. സോ it completely sure to us that a subject plus verb plus object, we have 1 2 3, we have the 3 of them in the one sentence. So the answer is here is the transitive verb is the right answer of this question. Okay, അടുത്താണ് I hardly believe it. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ the 100% sure is not about that, but we have 98% that the hardly word that is always remain adverb, but in some case the ly also get to be adjective. ഞാൻ പറഞ്ഞില്ല ബ്യൂട്ടിഫുള്ളി അവിടെയും ഒരു ly വരുന്നുണ്ട്, പക്ഷേ അതൊരു അഡ്ജക്റ്റീവാണ്. അപ്പം പക്ഷേ നമുക്ക് ഈ കാണുന്ന വേർഡ് ഉണ്ടല്ലേ ഹാർഡ്ലി, അത് ഇവിടെ ആഡ്വർബ് ആയിരിക്കും. ഒരു 99% നമുക്കൊരു പറയാം ദാറ്റ് ദി ക്വസ്റ്റ്യൻ ഓൾവേസ് വിച്ച് ഹാവിങ് ദ ly ഈസ് ഓൾവേസ് ടു ബി ലൈക്ക് ബി ആഡ്വർബ്, ബട്ട് ഇൻ സം കേസ് സം വേർഡ് what we like to be seem to be like adjective, but it not remain be adjective but somehow. So it is very hard to like we have to be discriminate the both of the word like ly and the another one. So ചില വാക്കിലൊക്കെ ഒരു 99% നമുക്ക് പറയാം അതൊരു ly എപ്പോഴും ആഡ്വർബാണ്, പക്ഷേ ചില വേർഡിൽ ly വെക്കുമ്പോൾ അത് അഡ്ജക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടുത്തെ ആൻസർ വരുന്നത് ആഡ്വർബാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ മൊത്തം ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുവാണ്. 2020 CTS സെക്കൻഡ് ആണ് ഇത് ഞാൻ സോൾവ് ചെയ്തത്. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. സോ ബൈ ഫോർ ദ നെക്സ്റ്റ്.